നമസ്കാരം. ഡോക്ടർ ഗിന്നസ് മത്സരാചാര്യാണ്. രാവിലെ തന്നെ വീണ്ടും വീഡിയോ വരാൻ ഒരു കാരണമുണ്ട്. നമ്മളിതൊരു സാമൂഹ്യ ജീവിയാണല്ലോ. സമൂഹത്തിൽ ഇറങ്ങി പുറപ്പെടുമ്പോൾ അല്ലെങ്കിൽ ഓരോ ഫംഗ്ഷനിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ ഓരോ വ്യക്തിത്വങ്ങളെയും നമ്മൾ കാണും. പലരും നമ്മളെ രണ്ട് രീതിയിലായിരിക്കും പല ആളുകളും നമ്മളെ കാണുക. ഒന്ന്, അവർ പറയുന്ന വാക്കുകൾ നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്യുന്നതായിരിക്കും. രണ്ട്, നമ്മളെ ഇൻസൾട്ട് ചെയ്യുന്നതായിരിക്കും. രണ്ട്, നമ്മൾ എന്ത് ചെയ്യണം? അക്സെപ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ എക്സ്പെക്റ്റ് ചെയ്യണം. അല്ലാതെ എന്നെ എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്യും എന്നുള്ള ഒരു ധാരണ ഉണ്ടെങ്കിൽ അത് നിങ്ങളെയൊക്കെ സാഡ് നൽകും. നമ്മൾ ചെയ്യുന്ന ഏതൊരു പ്രവൃത്തിക്കും തുല്യവും വിരുദ്ധമായ പ്രതിപ്രവർത്തനമുണ്ട്. എവറി ആക്ഷൻ ആസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. അങ്ങനെ ഞാൻ ഇപ്പോഴത്തെ ഒരു കല്യാണത്തിന് പോയി രണ്ട് പരിപാടി. ഒരു കല്യാണത്തിന് പോയ സമയത്ത് തിരക്കാണ്. ഒരു കല്യാണത്തിന് പോയി, അടുത്ത കല്യാണത്തിന് പോയി, അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ പോയി വരുമ്പോൾ തിരക്കര്. കാരണം ഒന്നിനും സമയമില്ല. വന്ന് ഭക്ഷണം കഴിച്ചില്ലേ പലർക്കും അതൊരു പരാതിയാണ്. ഒരുപാട് ഭക്ഷണം കഴിക്കുന്ന ഒരു ക്യാരക്ടർ ഒന്നുമില്ല ഇപ്പം. അങ്ങനെ കല്യാണം വിട്ട് പോകുമ്പോൾ എല്ലാവരും ഹാ ഹാ എന്നൊക്കെ പറയും. നമ്മളൊക്കെ എല്ലാവരും കോമഡി നമ്മളൊക്കെ ഇങ്ങനെ ഹാ എന്ന് പറയും. ഒരാളിങ്ങനെ വന്നിങ്ങനെ കൈ ഇങ്ങനെ പിടിച്ചു, വത്സൻ. അപ്പം നമുക്ക് ഒരു പഴയൊരു പോലീസ് ഓഫീസർ, ആൾ റിട്ടയറാണ്. അപ്പം എന്നാ സാർ എന്ന് പറഞ്ഞു. അപ്പം പിന്നെ ആദ്യം അവരെ പേര് ഞാൻ പറയുന്നില്ല. പേരുണ്ട്, ഞാൻ പേര് പറയുന്നില്ല. അത് ചിലപ്പോൾ അദ്ദേഹത്തിന് മോശമായാലോ അല്ലെങ്കിൽ വേറെ ലെവലിലേക്ക് വരണ്ട. യെസ്, കം ടു ദ പോയിന്റ്. അപ്പനോട്, ചേട്ടാ നീ ഈ രാവിലെ 5 മണിക്ക് എഴുന്നേറ്റിട്ട് ഇടുന്ന ഒരു ഗ്രൂപ്പിൽ ഒരു വീഡിയോ ഉണ്ട്, ആ പവറാട്ടോ. ഞാൻ അതേപോലെ കളിയാക്കാണോ അല്ലെങ്കിൽ എനിക്കിട്ടൊരു പണി തരികയാണോ എന്ന് ഞാൻ കരുതി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അത് ഞാൻ സത്യമായിട്ട് പറയാം, സോഷ്യൽ മീഡിയയിൽ അത് കാണുമ്പോഴല്ലേ എനിക്ക് ഒരു അപ്പാരൊരു എനർജി വരിക. കാരണം 5 മണിക്ക് എഴുന്നേറ്റിട്ട് അതിന് ശേഷം നിൻ്റെ ഒരു ചിരിയുണ്ട്. ആ ചിരിയുണ്ടല്ലോ എന്നെ സംബന്ധിച്ചോളം. ഞാൻ എൻ്റെ വൈഫിനോട് മക്കളോടൊക്കെ പറയും, അവരെ കണ്ടുപിടിക്കും. ഞാൻ എന്നെ ടോപ്പാക്കിയല്ല കേട്ടോ, അദ്ദേഹം പറഞ്ഞൊരു ഡയലോഗാണ്. വേറെ ഇൻസൾട്ട് ചെയ്ത് വീഡിയോ ഞാൻ പിന്നെ കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. ചില ആളുകൾ എന്നെ കേട്ടോ നല്ല ട്രോളിയ കാര്യങ്ങളുണ്ടായി, ഞാൻ പിന്നീട് തരാം കേട്ടോ. അപ്പം എന്നോട് പറഞ്ഞ്, നീ ഡെയിലി അങ്ങനെ ചെയ്യണം. നിൻ്റെ ഈ ആവശ്യം, നിൻ്റെ ഈ ഊർജ്ജസ്വലത കാണുമ്പോൾ ഞങ്ങൾക്ക് ഉണ്ടാവുന്ന ഒരു എനർജി ഉണ്ട്, നോട്ട് അലർജി, അത് നീ കീപ്പ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇപ്പോൾ വൈഫൊക്കെ എന്നെ ഇങ്ങനെ നോക്കട്ടെ, എന്നെ ഇങ്ങനെ അയക്കുന്നുണ്ട് കേട്ടോ. ഏതായാലും ഞാൻ ഓക്കെ, താങ്ക് യു. പേര് ഓർമ്മയില്ലാതെ വന്നു. ഏട്ടാ താങ്ക് യു. പക്ഷേ പറഞ്ഞത്രേ ഉള്ളൂ, ഇനിയും നീ ഒരുപാട് വീഡിയോസ് ചെയ്യണം കേട്ടോ എന്ന് പറയുമ്പോൾ താങ്ക് യു. അപ്പോൾ എനിക്ക് ഭക്ഷണം കഴിക്കാതെ തന്നെ വയറ് നിറഞ്ഞു. എന്തുകൊണ്ടാണ്? എന്നെ അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ട് കേട്ടോ. യെസ്, ഓക്കെ. ഇനി അടുത്ത് ഡി അപ്രീഷിയേഷൻ വന്ന് ഞാൻ പിന്നീട് പറയാം കേട്ടോ. അതവിടെ കിട്ടാം, അത് ഈ വീഡിയോയിലില്ല, അടുത്തിൽ വരാം കേട്ടോ. അടുത്തൊരു വീഡിയോ എന്താണെന്ന് വിചാരിച്ചിട്ട്, ഞാൻ കോഴിക്കോടേക്ക് പോകുന്ന സമയത്ത് കാറ് പെട്ടെന്ന് നിർത്തിയിടാൻ, വൈഫ് ഒരു സ്ഥലത്ത് നിന്ന് വരാണ്ടായിരുന്നു. അപ്പോൾ കാർ ഒരു സ്ഥലത്ത് പെട്ടെന്ന് നിർത്തിയിട്ടപ്പോൾ ഞാൻ അവിടെ നിർത്താൻ പറ്റുമോ എന്നൊക്കെ ഉള്ള ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. എന്തായാലും നിർത്തി വയ്ക്കിപ്പോൾ ഒരു ഫർണിച്ചർ ഷോപ്പിൻ്റെ മുന്നിലാണ്. ആ ഫർണിച്ചർ ഷോപ്പിൻ്റെ മുന്നിൽ നിന്നപ്പോൾ ഞാൻ വെറുതെ അങ്ങ് നോക്കി. പണ്ട് ഞാൻ പണിയെടുത്തിരിക്കുന്ന ഒരു ഫർണിച്ചർ ഷോപ്പായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അതിൻ്റെ ഓണർ ഉണ്ട്, അവിടെ ചെയറിലിരിക്കുന്നു, പ്രായമുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കാറ് നിർത്തിയപ്പോൾ അയാൾ കാറിലേക്ക് നോക്കുന്നുണ്ട്. ഞാൻ അങ്ങനെയാണ് ശ്രദ്ധിച്ചില്ല, എനിക്ക് സമയമില്ല. പക്ഷേ ഞാൻ എന്താ വെച്ചാൽ വൈഫിനെ വിളിച്ചപ്പോൾ തന്നെ ഒരു 5 മിനിറ്റ് വെയിറ്റ്. അപ്പോൾ എനിക്ക് തോന്നി, ദൈവം എനിക്ക് അദ്ദേഹത്തെ കാണാനുള്ള ഒരു അവസരം തന്നാണ്. കാറ് പെട്ടെന്ന് നിർത്തി അദ്ദേഹത്തിനടുത്ത് ഞാൻ ഓടി വന്നിട്ട് കൈ പിടിച്ചിട്ട്, ഏട്ടാ പേരുണ്ടേ, അത് പറയുന്നില്ല ഇവിടെ, ചിലപ്പോൾ അദ്ദേഹത്തിന് ഇഷ്ടമായിട്ടില്ലെങ്കിലോ. ഏട്ടാ നമസ്കാരം എന്ന് പറഞ്ഞു. ആ വത്സൻ. അപ്പോൾ ചെയ്യും, എന്നെ മനസ്സിലായോ? എടാ നിന്നെ മനസ്സിലാവാതെ ഞാൻ എപ്പോഴും എൻ്റെ വൈഫിൻ്റെ അടുത്തും എൻ്റെ മകളുടെ അടുത്തും ഞാൻ പറയും തീന്മേശ എന്ന് പറയും. കാരണം എൻ്റെ മകള് നിൻ്റെ സോഷ്യൽ മീഡിയയിൽ ഫേസ്ബുക്ക് ഫ്രണ്ടാണ്, അവൾ ഡോക്ടറാണ്. അവൾ എപ്പോഴും പറയും, അച്ഛാ ഇത് നമ്മുടെ അടുത്തോടെ പണിയെടുത്തിരിക്കുന്ന വത്സേടനല്ലേ ചോദിക്കും. അപ്പോൾ അവൾ പറയും, അയാൾ തന്നെയാണ്. കാണിക്കാൻ വല്ല വീഡിയോ എന്നിട്ട് എല്ലാ പ്രോഗ്രാമും എനിക്ക് അവൾ കാണിച്ചു തരുന്നു. അദ്ദേഹം പറഞ്ഞൊരൊറ്റ കോംപ്ലിമെൻ്റ് ഞാൻ ഷെയർ ചെയ്യാം. നിൻ്റെ ഈ സ്ഥിര ഉത്സാഹം ഉണ്ടല്ലോ, അയ്യോ ഞാൻ എന്നെ ടോപ്പാക്കിയതല്ലട്ടോ, അങ്ങനെ കരുതണ്ട. ഇനി എന്നെ ടോപ്പാക്കേണ്ട ആൾ ഞാൻ തന്നെയാണ്, നിങ്ങളാരുമില്ല. കാരണം എന്താ വെച്ചാൽ പലരും എന്നെ ഇൻസൾട്ട് ചെയ്തിട്ടുണ്ട്. അതൊക്കെ എനിക്ക് എനർജിയാണ്. കാരണം ഒരുപാട് ആളുകൾ എന്നെ കളിയാക്കുമ്പോൾ അതിൽ നിന്നൊരു കരുത്ത് ആർജിച്ച് മുന്നോട്ട് പോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം ജീവിതത്തിൽ നമ്മൾ ഒന്നും അല്ലാതെ തീരും ആവരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. ഈ വീഡിയോ കാണുന്നത് നിങ്ങൾക്ക് നിർബന്ധം ഉണ്ടാവും. എന്തെങ്കിലുമൊക്കെ രേഖപ്പെടുത്തിയിട്ട് അടയാളപ്പെടുത്തിയിട്ട് ഇവിടുന്ന് പോയാൽ മതിയെന്ന്. യെസ്, അദ്ദേഹം പറഞ്ഞത് ഈ സ്ഥിരാംശമാണ് നിന്നെ വളർച്ചയിലേക്ക് കൊണ്ടുവന്നത്. എന്തായാലും ഗോഡ് ബ്ലെസ് യു. എന്തായാലും നീ എന്നെ കാണാൻ വേണ്ടി വന്നല്ലോ, നീ ഇനിയും ഉയരങ്ങളിലെത്തും. ഇത് നമുക്കുള്ള കോംപ്ലിമെൻ്റ് ആണ്. നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു കോംപ്ലിമെൻ്റ് കിട്ടുമ്പോൾ നമ്മളുടെ എനർജി ലെവൽ മാറും. 4 ടൈപ്പുള്ള ഹോർമോൺ നമ്മുടെ ബ്രെയിനിലേക്ക് ഇങ്ങനെ അനിശ്ചിതം ഇങ്ങനെ പ്രവഹിച്ചുകൊണ്ടേയിരിക്കും. സാഡ് എന്ന് പറഞ്ഞാൽ കോർട്ടിസോൾ വരാതെ നമുക്ക് എനർജി നൽകുന്ന 4 ഹോർമോണുകൾ നമ്മുടെ ശരീരത്തിൽ വരണമെങ്കിൽ
നമ്മൾ എനർജറ്റിക് ആയിരിക്കണം, നമ്മളെപ്പോഴും സന്തോഷവാനായിരിക്കണം, നമ്മളെപ്പോഴും ഊർജ്ജസ്വലരായിരിക്കണം, നമ്മൾ ഓരോ പ്രവൃത്തി ചെയ്തുകൊണ്ടേയിരിക്കണം. അപ്പോൾ സമയം മറക്കണ്ട. പുലർച്ചെ 5 മണിയാണ്. 5 മണിക്ക് ഞാൻ എഴുന്നേറ്റത് കേട്ടോ. അപ്പോൾ വീഡിയോ ചെയ്യുമ്പോൾ 5:30 കഴിഞ്ഞു. എഴുന്നേറ്റ് നമ്മൾ സമൂഹത്തിൽ നമ്മളെ നമ്മളുടെ ഒരു സേവനം ഉണ്ട് എന്ന് നമ്മളെപ്പോഴും സമൂഹത്തെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കണം. എനിവേ, എല്ലാവർക്കും നല്ലത് മാത്രം ഭവിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ നിങ്ങളുടെ സ്വന്തം ഡോക്ടർ കിന്നസ് മത്സരാജ് ആചാര്യ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.